അപ്പോൾ നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ട് ഡോമിനോ സ്റ്റൈലിലുള്ള പിസ്സ ബർഗർ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം 100 ഗ്രാം പനീർ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ 5 പീസായിട്ടാണ് ഇത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ മീനൊക്കെ വറുത്തെടുക്കത്തില്ലേ, അതേപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും, 1/2 ടീസ്പൂൺ ഒറിഗാനോയും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൊരിച്ചെടുക്കാം. ഇതായിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റാം. ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 5 ടേബിൾ സ്പൂൺ വെജ് മയോണൈസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണിത്. ഞാൻ അടുത്തായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം 1 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചോളം ചേർത്ത് കൊടുക്കുകയാണ്. 1 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ചതച്ച വറ്റൽമുളകും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെജ് മയോണൈസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് ബർഗർ ബൺ എടുത്ത് നടുക്കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സോസ് ഇല്ലേ അത് 2 ഭാഗത്തായിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരെണ്ണത്തിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ഇല്ലേ അത് നന്നായിട്ട് നല്ല പരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ മൊസറല്ല ചീസ് നന്നായിട്ട് ഇങ്ങനെ നിരത്തി അങ്ങ് വെച്ച് കൊടുക്കുക. അങ്ങനെ പരത്തി നിരത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് എടുത്ത് നമ്മൾ പനീർ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ അതൊരെണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് 1 പിഞ്ച് ഒറിഗാനോയും 1 പിഞ്ച് ചില്ലി ഫ്ലേക്സും കൂടെ വെച്ചതിന് ശേഷം മറ്റേത് വെച്ച് ഇങ്ങനെ അടച്ചങ്ങ് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സോസ് ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മൊസറല്ല ചീസും വെച്ച് 1 പിഞ്ച് ഒറിഗാനോയും 1 പിഞ്ച് ചില്ലി ഫ്ലേക്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മൊസറല്ല ചീസെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബർഗർ അതിനെയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 3 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ സാധാരണ ഒരു അടപ്പ് വെച്ച് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മൊസറല്ല ചീസെല്ലാം മെൽറ്റ് ആകുമ്പോൾ അടപ്പിനകത്താകും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വലിപ്പമുള്ള പാത്രം വെച്ച് അടച്ചാൽ മതി കേട്ടോ. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരു 3.5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പോൾ നോക്കിയാൽ നല്ല മൊസറല്ല ചീസെല്ലാം നല്ല മെൽറ്റായി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ടൊമാറ്റോ കെച്ചപ്പ് വെച്ച് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാമേ. കട്ട് ചെയ്ത പകത്തൊക്കെ നോക്കിയേ. പിന്നെ കഴിച്ചപ്പോൾ എന്തോരം ടേസ്റ്റ് ആയിരുന്നു അറിയാം, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.